ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. പാരീസ് സെയിൻറ്റ് ജർമ്മൻ്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ടീമിട്ട കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം റിയൽ മാഡ്രിഡിലേക്കാണ് പോകുന്ന കാര്യവും നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. എന്നാൽ ഇപ്പോൾ ഇതാ ഒഫീഷ്യലായി ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ള വമ്പൻ ജേർണലിസ്റ്റുകൾ ഇതാ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഗോ, കിലിയൻ എംബാപ്പെ ജോയിൻസ് റിയൽ മാഡ്രിഡ് ഓൺ എ പെർമനൻറ്റ് ഡീൽ എന്ന കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചുള്ള നിലവിലെ ലോക ഫുട്ബോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരം തന്നെയാണ് കിലിയൻ എംബാപ്പെ. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഫ്രഞ്ച് സൂപ്പർ താരമാണ് കിലിയൻ എംബാപ്പെ. ഈ പ്രായത്തിൽ തന്നെ താരം ലോകമെമ്പാടുമുള്ള എല്ലാ കളിക്കാരെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മികച്ചൊരു സ്ട്രൈക്കർ തന്നെയാണ്. ഫ്രഞ്ച് ടീമിലടക്കം സ്ഥിര സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു കിലിയൻ എംബാപ്പെ. അപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞൊരു സീസണിൽ റിയൽ മാഡ്രിഡ് സൈൻ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം കിലിയൻ എംബാപ്പെ ഡിസിഷൻ മാറ്റി PSG കരാർ ഒരു വർഷത്തെ കൂടി പുതുക്കുകയായിരുന്നു ഉണ്ടായത്. അതിനാൽ റിയൽ മാഡ്രിഡ് ആരാധകരും റിയൽ മാഡ്രിഡ് മാനേജ്മെൻറ്റുമൊക്കെ താരത്തിനെ വളരെ നിരാശപ്പെടുത്തിയിരുന്നു. താരത്തിൽ നിന്ന് വളരെ നിരാശയാണ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ഈ സീസണിൽ അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട് തന്നെ കിലിയൻ എംബാപ്പെ ഫ്രീ ട്രാൻസ്ഫർ വഴിയാണ് റിയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ പോകുന്നത്. അതുതന്നെയാണ് ഈ ഒരു സൈനിങ്ങിൻ്റെ ഹൈലൈറ്റ് കൂടി. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന കളിക്കാരനായ കിലിയൻ എംബാപ്പയെ ഫ്രീ ട്രാൻസ്ഫർ വഴി റിയൽ മാഡ്രിഡ് അവർ തട്ടത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഈ സൈനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുതന്നെയാണ് നിലവിൽ PSG വളരെ നിരാശപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം തന്നെ. നിലവിൽ കിലിയൻ എംബാപ്പെ പോലെ സൂപ്പർ താരത്തെ മറ്റൊരു ടീമിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം 150 മുതൽ 200 മില്യൺ യൂറോ വരെ ട്രാൻസ്ഫർ ഫീ ആയി ലഭിക്കേണ്ട ഒരു സൈനിങ് ആയിരുന്നു. കാരണം നമുക്കറിയാം, നെയ്മർ ജൂനിയർ എന്ന സൂപ്പർ താരത്തെ FC ബാഴ്സലോണയിൽ നിന്ന് 2017 നെയ്മറെ PSG സൈൻ ചെയ്തത് ഏതാണ്ട് 222 മില്യൺ യൂറോ കൊടുത്താണ്. അപ്പോൾ ഏകദേശം അതേ റേറ്റ് തന്നെയായിരിക്കും കിലിയൻ എംബാപ്പയ്ക്കും ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ടതായിട്ട് വരിക. ഏകദേശം 200 മില്യൺ യൂറോ വരെ റിയൽ മാഡ്രിഡ് പേ ചെയ്യേണ്ടി വന്നേനെയും. എന്നാൽ നിലവിൽ കോൺട്രാക്റ്റ് അവസാനിച്ചു. കിലിയൻ എംബാപ്പയെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ട്രാൻസ്ഫർ വഴി താരം റിയൽ മാഡ്രിഡിലേക്ക് ചേക്കേറും. എന്തുകൊണ്ടും മികച്ചൊരു സൈനിങ്. അതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു UCL റിയൽ മാഡ്രിഡ് അവർ ചരിത്രത്തിൽ 15ാമത്തെ UCL വിജയിച്ചത്. കളി കണ്ടവർക്കൊക്കെ അറിയാം, ആദ്യ പകുതിയിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ലായിരുന്നു റിയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഡോർട്ട്മുണ്ടും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരു ഗോൾ അടിച്ചതിന് ശേഷം റിയൽ മാഡ്രിഡ് ടോട്ടലി ചേഞ്ച് ആവുകയായിരുന്നു. ഒരു അറ്റാക്കിംഗ് മൈൻഡോടുകൂടിയാണ് റിയൽ മാഡ്രിഡ് പിന്നീട് കളിച്ചത്. പിന്നീട് ഡോർട്ട്മുണ്ടിന് അവരുടെ എതിർ ബോക്സിലേക്ക് ഒന്ന് കയറാൻ പോലും സാധിക്കാത്ത വിധം റിയൽ മാഡ്രിഡ് അറ്റാക്കിംഗ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അവസാനം റിയൽ മാഡ്രിഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റഡ് ക്ലബ്ബ് എന്ന് പറയാനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ്. 15ാമത്തെ UCL കിരീടം നേടിക്കൊണ്ട് റിയൽ മാഡ്രിഡ് തിളക്കത്തിൽ നിൽക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊരു സന്തോഷ വാർത്തയും റിയൽ മാഡ്രിഡ് ആരാധകരെ തേടിയെത്തി. മറ്റൊന്നുമല്ല, കിലിയൻ എംബാപ്പെ എന്ന സൂപ്പർ താരത്തെ അവർ ഫ്രീ ട്രാൻസ്ഫർ വഴി ടീമിലെത്തിച്ചു എന്ന കാര്യം കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിയൽ മാഡ്രിഡ് അടക്കമുള്ള എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒഫീഷ്യലായി തന്നെ ഈ വാർത്ത അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കിലിയൻ എംബാപ്പെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.